കൊച്ചിയിൽ നിന്നും ശ്രീനി ടൗൺ ന്യൂസ്. കടത്തനാട് KPCGM കളരി സംഘം പുതുപ്പണത്തിന്റെ 60ാം വാർഷികവും ജില്ലാതല കളരിപ്പയറ്റ് മത്സരവും ലോകനാർക്കാവിൽ നടന്നു. സമാപന സമ്മേളനം കുറ്റ്യാടി MLA കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. K. ഗോപാലൻ മാസ്റ്റർ സ്വാഗതവും ബിജുള അധ്യക്ഷതയും വഹിച്ചു. ചടങ്ങിൽ MLA KK രമ, നഗരസഭ ചെയർപേഴ്സൺ KP ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായി. സ്ഥലം ചരിത്രപ്രസിദ്ധമായ ലോകനാർക്കാവിലാണ് എന്നതാണ് സവിശേഷത. കളരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാകെ ലോകനാർക്കാവ് വരും. അഥവാ ലോകനാർക്കാവ് അമ്മ എന്ന് മനസ്സിൽ വരുമ്പോൾ കളരിയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. യോധനനുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടിയിരിക്കുന്ന പ്രദേശം കൂടിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. വളരെ ജീർണാവസ്ഥയിലും പ്രയാസകരമായ അന്തരീക്ഷത്തിലും മുന്നോട്ട് പോയിരുന്ന ഈ സ്ഥാപനം ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ബഹുമാന്യനായ സഖാവ് കോടിയേരി ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് തുടക്കം കുറിച്ചത്. അന്നാണ് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതി അന്നത്തെ ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ചത്. കേരളത്തിലെ ടൂറിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തൃശ്ശൂരിന് വടക്കോട്ട് ആ മാപ്പിൽ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കോടിയേരിയുടെ കാലഘട്ടത്തിലാണ് വടക്ക് ഭാഗത്ത്, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കൂടുതൽ വന്നതും തലശ്ശേരി പൈതൃക ടൂറിസം അതിന്റെ ഭാഗമായി തുടക്കം കുറിച്ചതും എന്ന് കാണാം. ഒക്കെ മന്ദീഭാവമുണ്ടായെങ്കിലും തുടർന്ന് സജീവമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ സൗകര്യപ്രദമായ ഗസ്റ്റ് ഹൗസ് ഇവിടെ വരുന്ന വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും മറ്റുള്ളവർക്കുമെല്ലാം തന്നെ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സ്ഥാപനമായി പോവുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഈ ഗസ്റ്റ് ഹൗസിന്റെ വരുമാനം മുഴുവനും ദേവസ്വത്തിനാണ്. ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിനാണ്. ക്ഷേത്രത്തിന്റെ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് അതിന്റെ പ്രത്യേകത. 13 കോടി രൂപയാണ് ഈ ലോകനാർക്കാവിന് വേണ്ടി നീക്കിവെച്ചത്. ഇവിടെ നവീകരണ പ്രവർത്തനം നിങ്ങളെല്ലാം കണ്ടിരിക്കും. ഇനിയിപ്പം പഴയ കൊട്ടാരത്തിന്റെ പ്രവർത്തനം കൂടിയാണുള്ളത്. കഴിഞ്ഞ ആഴ്ചയും അതിന്റെ അവലോകന യോഗം ചേർന്നിരുന്നു. പയങ്കുറ്റിമലയും ഇതുമായി ചേർന്നുകൊണ്ട് പയങ്കുറ്റിമല ടൂറിസം പരിപാടി ഈ ജനുവരി 15-ന് 16-നാണ് അവിടെ ഉത്സവം. 15-ന് അവിടെ ടൂറിസം ഉത്സവമായി തന്നെ കൊണ്ടാടാൻ വേണ്ടി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകനാർക്കാവും പയങ്കുറ്റിമലയും ചേർന്നുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി ഈ പ്രദേശം മാറിയിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമാണ്.